ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തെരളിയപ്പമാണ്. അതിനായിട്ട് നമുക്ക് തെരളിയില ഇതുപോലെ കുമ്പിൾ കോട്ടിയെടുക്കാം. ഞാൻ പൊങ്കാലയ്ക്ക് ഉണ്ടാക്കാൻ മേടിച്ചാണ്, അതിൻ്റെ ബാക്കി വന്നത് ഞാൻ വിചാരിച്ചിരുന്ന തെരളിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം കുമ്പിളായിട്ട് കോട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി, ഒരു 2 ഗ്ലാസ് അരിപ്പൊടി, ഞാനങ്ങനെ തട്ടുവാണ്, ഒരു 2 ഗ്ലാസ് ഉണ്ട്. ഇതിലോട്ട് തന്നെ ഒരു 1/4 കിലോ ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനി ഒരു 1.5 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ നെയ്യ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അതിന് കുറച്ച് വെള്ളം ആവശ്യം വരും. മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം. സാധാരണ തെരളിയിൽ പഴമൊക്കെ ഇടാറുണ്ട്, ഞാൻ പക്ഷേ പഴം ചേർക്കാതെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുമ്പിളാക്കി വെച്ച ഇലയിലോട്ട് ഈ മാവെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. എല്ലാ മാവും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ അതിൻ്റെ മേളിലൊരു തട്ട് വെച്ചിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയ മൊത്തം തിരളിയിൽ അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടിയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിലും വെള്ളമൊക്കെ തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുത്ത ശേഷം ഇപ്പോൾ തിരളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബൈ.